ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ചക്ക കൊണ്ടൊരു ചക്കപ്പൊരി ചക്കപ്പൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. സീസൺ അല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ചക്ക കൊണ്ട് ഞങ്ങൾ അടിപൊളി ഒരു ചക്കപ്പൊരി ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ ചക്കപ്പൊരി തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പലർക്കും അറിയാം, പലരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് പോർഷൻ മാറ്റി വെച്ചിരുന്നതാണ്. ബാക്കി പോർഷനെല്ലാം ഇവിടെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പം ചക്ക നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത്രയും പഴുത്ത് പോകാതെ നോക്കണം. കാരണം ഇത്രയും പഴുത്ത ചക്ക നമ്മൾ പൊരി ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ ഇത് കുറച്ച് പഴുത്ത് പോയി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ മധുരം ഉണ്ടെങ്കിലും കുറച്ചുകൂടെ പഴുക്കുന്നതിന്, ഇത്രയും പഴുത്ത് പോകുന്നതിന് മുന്നേ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ചക്ക, നല്ല കുറച്ച് ചക്കപ്പഴം നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് പൊരി ഉണ്ടാക്കാൻ വേണ്ടി നല്ല മധുരമുള്ള ടേസ്റ്റിയുള്ള ചക്കയാണിത്. അപ്പം നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഇതേപോലെ എടുത്ത് വെക്കുക. പക്ഷേ കുറച്ച് പഴുക്കുന്നതിന് മുന്നേ എടുത്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് നമുക്കൊരു 4-5 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പം ഒരു 4-5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ആ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. നിങ്ങൾ പച്ചയാണെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വിട്ട് വരാൻ വേണ്ടിയാണ്, മാവ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം എന്ന് പറയുമ്പോൾ നമ്മുടെ സാദാ ജീരകം. ഇനിയും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കണം. പിന്നെ ബാറ്റർ ലൂസാക്കി ഒരുപാട് ലൂസായി പോകരുത് നമ്മുടെ ബാറ്റർ, അതായത് ഒരുപാട് തിക്കുമായി പോകരുത്. ഏതായാലും ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നോക്കി നമ്മൾ മാവെടുക്കുക. നമ്മൾ ഏത്തക്കാപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല. നല്ല മധുരമുള്ള ചക്കയാണ്. ഇനി ചക്ക നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുരുവൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ 2ആയിട്ട് കീറിയെടുത്ത് ആണ് നമ്മൾ ചക്കപ്പൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ചക്കയും, അതായത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക മുഴുവൻ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉള്ള ചക്ക എല്ലാം ഇതേപോലെ കുരു കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവി മുക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത്രയും ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒഴിച്ച സമയത്ത് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വറുത്തെടുക്കാനോ ആവശ്യത്തിന് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് കൂടിപ്പോയതാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ചൂടായി തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നമുക്ക് ഈ മാവ് മുക്കി, അതായത് നമ്മുടെ ചക്ക ഈ മാവി മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഏത്തക്കാപ്പം എടുക്കുന്ന അതേ രീതിയാണ്, ഒരു മാറ്റവും ഇല്ല. പലരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും, പലരും ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാലും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. നമ്മൾ ഇനിയും എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ശേഷം ഇത് നമ്മൾ തീയിൽ നിന്ന് എടുക്കാവൂ. അതായത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ ഇട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. അങ്ങനെ അത് നന്നായിട്ട് ആയി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഏത്തക്കാപ്പത്തിൻ്റെ കൂട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു
ഫ്രൈ ആണ് ഇത്, ചക്ക ഫ്രൈ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈവനിങ് സ്നാക്സായിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.